والرسول وأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشهداء. ബഹുമാനപ്പെട്ട സ്റ്റേജിന്മേലുള്ളതായ നേതാക്കന്മാരെ, സദസ്യരായ ജനങ്ങളെ, ഈ പരിപാടി കുറച്ച് കൊല്ലങ്ങളായി ഇവിടെ നടന്നുപോകുന്നു. ആ നിലപാടനുസരിച്ച് ഈ കൊല്ലം ഈ പരിപാടി വളരെ വിപുലമായ രൂപത്തിൽ നടന്നു പോകുന്നതിൻ്റെ സമാപനമാണ്. പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോവുക. ഇനി നാളെ ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളായ മഹന്മാർ പരിശുദ്ധ റമദാനിക്ക് തറാവീഹ് നമസ്കാരത്തിലും ജമാഅത്തിലും അദ്കാറുകളിലുമെല്ലാം സമയങ്ങൾ ചെലവാക്കി ഇബാദത്തിൽ മുഴുകിയതായിരിക്കുന്ന മഹന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും അവനവൻ്റെ ഖദറനുസരിച്ച് എല്ലാ തെറ്റുകുറ്റങ്ങളെയും മാഫ് ചെയ്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഉയർന്നതായ പദവിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എത്തിച്ചു തരട്ടെ. ഇനി പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഇതിൻ്റെ മുമ്പത്തെ കാലത്തുള്ളതായിരിക്കുന്ന സ്ഥിതിഗതിയിലേക്കാണ് മനുഷ്യൻ മാറുക. പരിശുദ്ധ റമദാനിക്ക് ഇബാദത്തുകളിലും മറ്റും തറാവീഹ് നമസ്കാരങ്ങളിലും മറ്റും ആവേശമുണ്ടായിരുന്നു. അതിനൊക്കെ പങ്കെടുത്തിരുന്നു. അത് കഴിഞ്ഞാൽ ഇനി നമ്മളുടെ പ്രകൃതിക്കൊരു മാറ്റം വന്നോളും. അത് വരാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. അല്ലാഹുവിനും റസൂലിനും വഴിപ്പെട്ടുകാണ്ട് നല്ല മനുഷ്യനായിട്ട് ഇവിടെ ദുനിയാവിൻ്റെ മുകളിൽ ജീവിക്കണമെന്ന് ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ഈ ദുനിയാവിൻ്റെ മുകളിൽ അധിക കാലത്തെ താമസമില്ല. ഓരോരുത്തർക്കും കണക്കാക്കപ്പെട്ടതായി കുറഞ്ഞ ആയുസ് കാലത്തെ ജീവിതമുള്ളൂ. ആ ജീവിതത്തിൻ്റെ ഇടയിൽ അല്ലാഹുവിനും റസൂലിനും വഴിപ്പെട്ട് സന്മാർഗമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കണമെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചെയ്തു കൊടുത്തതായ മഹന്മാരെ കൂടെ ഓൻ കൂടിക്കൊടുത്തോട്ടെ. അല്ലാഹു തആല ഭൂമിൻ്റെ മുകളിൽ നിഅമത്ത് ചെയ്തു കൊടുത്ത മഹന്മാരുണ്ടാവും. ആ മഹന്മാരുടെ പ്രവർത്തനം എന്താണ്, അവരുടെ വിശ്വാസം എന്താണ്, അവർ ഏത് നിലയിലാണ് ഈ ദുനിയാവിൽ പ്രവർത്തിച്ചത് എന്ന കാര്യങ്ങൾ ശരിക്കും ചിക്കിക്കുത്തി അന്വേഷിച്ച് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിച്ചോട്ടെ. അവരാരാണ് അല്ലാഹു തആല നിഅമത്ത് ചെയ്തു കൊടുത്ത മഹന്മാർ? മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. അമ്പിയാക്കന്മാരായ മഹത്തുക്കളാണ്, സിദ്ദീഖീങ്ങളായിരിക്കുന്ന മഹന്മാരാണ്, ശുഹദാക്കളായിരിക്കുന്ന മഹത്തുക്കളാണ്, വസ്വാലിഹീന സാലിഹീങ്ങളായ മഹന്മാരുമാണ്. അമ്പിയാക്കന്മാരായിരിക്കുന്ന മഹന്മാർ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി ഇവിടെ അവസാനിച്ചു പോയി. ഇനി കാലവസാനം വരെ നബിമാരിവിടെ പുതുതായിട്ട് വരാനില്ല. ഈസാ അലൈഹിസ്സലാം മഹാനവറുകൾ അവസാന കാലത്തുള്ള വരവേ ഉള്ളൂ. അപ്പൊ അമ്പിയാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ അവരോട് പിൻപറ്റിയതായിരിക്കുന്ന സ്വഹാബാക്കൾ പ്രവർത്തിച്ച് കാണിച്ചു തരും. ആ സ്വഹാബത്ത് കാണിച്ചു തരുന്ന പ്രവൃത്തിയായിരിക്കും അവരോട് തുടർന്ന താബീകൾ. ഇങ്ങനെ പരമ്പരാഗതമായിട്ട് ഇന്ന് ഇസ്ലാമിൻ്റെ പ്രവർത്തനം അമ്പിയാ മുർസലീങ്ങൾ ചെയ്ത പ്രവർത്തനം നമ്മളെ മുമ്പിലെത്തിച്ചേർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചെയ്തു കൊടുത്ത മഹന്മാർ വശുഹദാഇ വസ്വാലിഹീൻ, മിനൻ നബിയ്യീന വശുഹദാഇ വസ്വാലിഹീൻ,
ഷഹീദുകളായിരിക്കുന്ന മഹാന്മാർ, യുദ്ധരംഗങ്ങളിലും മറ്റും പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി പോരാടിയതായിരിക്കുന്ന മഹാന്മാർ, ആ മഹാന്മാർ ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് ആലോചന ചെയ്ത് ആ പ്രവൃത്തി കണ്ട് മനസ്സിലാക്കി ആ വഴിക്ക് പ്രവർത്തിച്ചോട്ടെ. സ്വാലിഹീങ്ങളായിരിക്കുന്ന മഹാന്മാർ ഏത് നാടുകളിലും ഉണ്ടാകും. ഇന്ന് അമ്പിയാക്കന്മാരായിരിക്കുന്ന ആളുകളെ കാണാൻ നിവൃത്തിയില്ല. അവരെ പ്രവർത്തനങ്ങൾ കൈക്കൊണ്ടു പോകുന്ന താബീകൾ, തബൽ താബീകൾ ഇവരെ കാണാൻ കഴിയും. ശുഹദാക്കളായിരിക്കുന്ന മഹത്തുക്കൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ, സ്വാലിഹീങ്ങളായ മഹാന്മാർ ഏത് നാട്ടിലും ഉണ്ടാവും. സ്വാലിഹീങ്ങളായ മഹാന്മാർ, ശുദ്ധവാന്മാരായിരിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ചില കള്ളത്തരീക്കത്തിന്റെ ശൈഖന്മാരോ മറ്റോ നമ്മൾ ശുദ്ധവാന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്മാരെ വരട്ടി വീശിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാലാവസാനമാണ്. ഇങ്ങനത്തെ ശുദ്ധവാന്മാരായിരിക്കുന്ന ആളുകൾ ഏതൊരു നാട്ടിലും ഉണ്ടാവും. ആ നാട്ടിൽ അവരുടെ പ്രവർത്തനങ്ങളും ഉപദേശങ്ങളും കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചു പോയ പരിശുദ്ധ റമദാന്റെ അവസാനമാണ്. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ വഅദ്ഖിൽനാ ജന്നത യാ റബ്ബൽ ആലമീൻ. ഞങ്ങളെ പടച്ചവനെ ഈ നരകത്തിനെ തൊട്ട് രക്ഷപ്പെടുത്തണം, ജന്നത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണം എന്ന് നമ്മൾ സദാസമയത്തും പരിശുദ്ധ റമദാനിക്ക് ദായിമായി ചെല്ലിപ്പോകുന്ന മുസ്ലിമീങ്ങളായ സമൂഹമാണ്. അങ്ങനെ ദുആ ചെയ്ത് ഉയർന്നു പോന്ന ഈ മഹാന്മാർ പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ബറക്കത്തായിരിക്കുന്ന വഴിയിലേക്ക് തെറ്റിപ്പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ നാട്ടിലും ഓരോരോ നാടുകളിലും ഉണ്ടാകും സുന്നത്ത് ജമാഅത്തിന്റെ അടിയുറച്ചതായിരിക്കുന്ന നേതാക്കന്മാർ. ആ നേതാക്കന്മാരുടെ ഉപദേശത്തിലും നിർദ്ദേശത്തിലും പ്രവർത്തനത്തിലും ശരിക്കും കൈ പിടിച്ചുറപ്പിച്ച് പ്രവർത്തിച്ചു പോലെയാണ് മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ മനുഷ്യനിക്കുള്ളതായ ഉദ്ദേശം അതാണ് നിറവേറ്റേണ്ടത്. ഇതാണ് ആയത്തിന്റെ പരിശുദ്ധമായ ഉദ്ദേശം. ഇങ്ങനെയാണ് മുൻകാലം മുതൽക്കുള്ള സ്വാലിഹീങ്ങൾ, മഹാന്മാരായിരിക്കുന്ന ആളുകൾ ഇതുവരെ കഴിഞ്ഞു പോന്നിട്ടുണ്ട്. ശുദ്ധവാന്മാരിക്കുന്ന നിലപാടിലാണ്. ഇതിന് പരിശുദ്ധ റമദാന്റെ ഒട്ടുമാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതായ സമയമായി തീർന്നിട്ടുണ്ട്. റമദാൻ കൊണ്ട് അവസാനിച്ചാൽ ഈ ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞത് പരിശുദ്ധ നോമ്പ് മറ്റതായിരിക്കുന്ന മഹാന്മാരുടെ ചില പാവക്കഴിവുകൾ വല്ലതും വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും മാഫ് ചെയ്തു കൊടുക്കും, കൊടുത്തു കൊടുക്കും. അതിൽ ഫിത്റത്തും മുത്തഫിറത്തും ലിദ്നൂബ്, തെറ്റുകുറ്റങ്ങളായിരിക്കുന്ന പാപങ്ങളെ ഫിത്ർ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് മാഫ് ചെയ്തു കൊടുക്കും. അങ്ങനത്തെ ധർമ്മത്തിന്റെ സമയങ്ങളാണ് ഇനി അങ്ങോട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ശരിക്കും സൂക്ഷ്മ ചെയ്ത് പാരമ്പര്യമായിരിക്കുന്ന ഇസ്ലാമിന്റെ ആ ഖണ്ഡികയിൽ നിന്ന് ലെവലേശം പുറത്തു പോകാതെ, കാലാവസാനമാണ് ഫസാദിന്റെ പല പാർട്ടികളും പല ആളുകളും നല്ല ഉത്സാഹമായിരിക്കുന്ന രസകരമായ പ്രസംഗങ്ങളും മറ്റുമൊക്കെ നടത്തി മനുഷ്യനെ വശീകരിപ്പിക്കുന്ന കാലഘട്ടമാണ്. ഇതുകളിലൊക്കെ പങ്കെടുക്കാതെ സാലിഹീങ്ങളായ മഹാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലിസ്റ്റിലെ നമ്മളെയും നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ കൊല്ലത്ത് കുറച്ച് കൊല്ലങ്ങളായി തുടങ്ങിയിട്ട് ആ തുടങ്ങിയതായ ഭാരവാഹികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഇങ്ങനെ നടത്താൻ ജനം കൊണ്ടും തടി കൊണ്ടും മറ്റുള്ള എല്ലാ കാര്യങ്ങളെ കൊണ്ടും അല്ലാഹു അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.